ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സ്ത്രീകളായ നമ്മൾ എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്നതിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. എനിക്കറിയാവുന്നതും ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ എത്ര തന്നെ പ്രശ്നത്തിലായിരുന്നാലും ജീവിതത്തിൽ എന്ത് തന്നെ അനുഭവപ്പെട്ടാലും നമ്മളെ മൈൻഡ് പവർ ഉപയോഗിച്ച് നമ്മൾ സന്തോഷം കണ്ടെത്തുകയും അതുപോലെ തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുക ആവശ്യമാണ്. ഇനി ഇത് ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നാലും നമ്മളെ വീട്ടിലായിരുന്നാലും എവിടെയായിരുന്നാലും നമ്മൾ നല്ല സന്തോഷത്തോടെ ആക്റ്റീവായിട്ട് ഇരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അത് നമ്മൾ കണ്ടെത്തുകയും അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. മുമ്പൊക്കെ ഒട്ടും കോൺഫിഡൻസ് ഇല്ല. നല്ല രീതിയിൽ സന്തോഷിക്കാനൊന്നും പറ്റാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ളിലോട്ട് എടുത്ത് ഞാൻ സ്വയം വിഷമിച്ച് സ്വയം പഴിച്ച് നടന്നൊരു വ്യക്തിയായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്ത് എൻ്റെ സന്തോഷം കണ്ടെത്താനും എന്നിലേക്ക് ഫോക്കസ് കൊടുക്കുകയും കൂടുതൽ കൂടുതൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ശ്രദ്ധ കൊടുത്ത് ഡെവലപ്മെൻറ്റ് ചെയ്യുകയും ചെയ്ത് അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. എപ്പോഴും അല്ല, ചില സമയത്ത് ഡൗൺ ആയാലും അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് ഒന്ന് ഓക്കെ ആക്കിയിട്ട് ഞാൻ കൂടുതൽ സമയം സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. സ്ത്രീകളായ നമ്മൾ സന്തോഷവതിയായിട്ട് ഇരുന്നാൽ മാത്രമേ കുടുംബത്തിൽ നല്ല രീതിയിൽ നമുക്ക് സന്തോഷം കൊടുക്കുവാനും കുട്ടികളുടെ കാര്യമൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അവർ ഹാപ്പി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനും അവരുടെ കാര്യമായിരുന്നാലും നമുക്ക് നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകണമെങ്കിലും ഒക്കെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മൾ ദുഃഖിച്ചും നമ്മൾ വിഷമിച്ചും നമ്മൾ എപ്പോഴും ഇല്ലായ്മയും പൊല്ലായ്മയും ദുഃഖവും ദാരിദ്ര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇത് കണ്ടു വളർന്ന കുട്ടികളെയും ഇത് നല്ല രീതിയിൽ ബാധിക്കും. നമ്മളെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. സെൽഫ് കെയർ എന്ന് പറയും. നമ്മൾ സ്വന്തത്തോട് തന്നെ നല്ല രീതിയിൽ പെരുമാറിയാൽ മാത്രമേ, നമ്മളൊന്ന് സ്വന്തത്തെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എപ്പോഴും സന്തോഷവതിയായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മളൊന്ന് ഹെൽത്തൊക്കെ നമ്മളൊന്ന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് കുറച്ച് എക്സസൈസ് നമ്മുടെ ഹാപ്പി ആയിട്ടിരിക്കാൻ ഒരു അത്യാവശ്യ ഘടകമാണ് എക്സസൈസ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ നടത്താതിരുന്നാലും മതി, അല്ലെങ്കിൽ സുംബ, അല്ലെങ്കിൽ യോഗ, ഇങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യണം. അത് നമ്മുടെ ഹാപ്പി ഹോർമോണായിട്ടുള്ള ഡോപ്പമൈനൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വളരെയധികം സഹായിക്കും. അതുവഴി നമുക്ക് കുറച്ച് സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ അത്യാവശ്യമാണ്. നമുക്ക് ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റാത്തവരോ യോഗയ്ക്ക് പോകാൻ പറ്റുമോ സുംബ ക്ലാസ്സിലോ ഒന്നും പങ്കെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ പോലും നമ്മൾ ചെറിയ രീതിയെങ്കിലും നടക്കണത് അത്യാവശ്യമാണ്. നമ്മൾ ചെറിയ രീതിയെങ്കിലും എക്സസൈസ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ ഇട്ട് ചെറിയ രീതിയിൽ ഡാൻസ് ഒക്കെ കളിക്കണം. നമ്മുടെ ശരീരം ഒന്ന് അനങ്ങണം. ഇത് നമുക്ക് പെട്ടെന്ന് മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു ദിവസം 2-3 മിനിറ്റെങ്കിലും എടുത്ത് ചെയ്ത് നമ്മളത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഒന്നാണ് നമ്മുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയും അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടും വീട്ടുകാർക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് സമയങ്ങൾ ചിലവഴിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളെ ഇഷ്ടങ്ങൾ കണ്ടെത്തി അതിന് വേണ്ടിയിട്ടും ഒരു 5-10 മിനിറ്റൊക്കെ കൊടുത്ത് നമ്മളെ ഇഷ്ടങ്ങൾ കണ്ടെത്തി അതിനും കൂടി സമയം ചിലവഴിക്കണം. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സിനിമ കാണുകയോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം പുറത്തൊക്കെ പോകണമെങ്കിൽ അങ്ങനെ കുറച്ച് നേരം പുറത്തോട്ടൊക്കെ ഇരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അതിനു കൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കണ്ടെത്തി ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ ഒറ്റയടിക്ക് നടന്നില്ലെങ്കിലും നമ്മൾ അതിന് വേണ്ടിയെങ്കിലും ഒരു സ്റ്റെപ്പെങ്കിലും വെച്ച് നമ്മുടെ ഇഷ്ടത്തിനും കൂടി നമ്മൾ കുറച്ച് പ്രാധാന്യം കൊടുക്കണം. ഈ പറഞ്ഞ പോലെ നമ്മൾ ഹാപ്പി ആയിരുന്നാൽ നമുക്ക് വീട്ടിലെ മൊത്തം ആൾക്കാരെ ഹാപ്പി ആക്കാനും അതുപോലെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ വേറൊന്നാണ് നമ്മുടെ കമ്പാരിസൺ. നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്ത് നമ്മുടെ വില കുറച്ച് നമുക്ക് ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയാക്കി മാറ്റരുത്. നമ്മൾ മറ്റാരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യരുത്. നമ്മുടെ ദൈവം ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹു നമുക്ക് ഓരോ കഴിവുകളോട് കൂടിയും ഓരോ രീതിയിൽ ഓരോരോ പ്രത്യേക യുണീക്കായിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ സൃഷ്ടാവ് ആരായിരുന്നാലും ഏത് മതത്തിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നാലും ഓരോരുത്തർക്കും ഓരോ കഴിവുകളോടെയും ഓരോരോ യുണീക്ക്നെസ് ആയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യരുത്. കമ്പയർ ചെയ്ത് നമ്മൾ തന്നെ വില കുറച്ച് കാണരുത്. ഉള്ളവർ നമ്മളെക്കുറിച്ച് കമ്പയർ ചെയ്തും ചെറുതാക്കിയൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മളെക്കുറിച്ച് ഒരിക്കലും കമ്പയർ ചെയ്ത് വില കുറച്ച് കാണരുത്. അതുപോലെ തന്നെ ഒരു ചെറിയ വരുമാനമെങ്കിലും ഉള്ള രീതിയിൽ നമ്മളൊരു
ഇൻഡിപെൻഡൻ്റ് ആവുക. ഒരു ചെറിയ വരുമാനമെങ്കിലും നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മയാണെങ്കിലും നമുക്ക് കഴിയുന്ന എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു പടിയെങ്കിലും മുന്നോട്ടെടുത്ത് നമ്മളത് ന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് നമുക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ കാണും. പക്ഷേ നമ്മുടെ മനസ്സ് കലങ്ങി ഇരിക്കുന്നത് കൊണ്ടും നമ്മൾ പ്രശ്നങ്ങളിലേക്കൊക്കെ നോക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ മുമ്പിലുള്ള ഈ അവസരങ്ങൾ നമ്മൾ കാണാത്തത്. നമുക്ക് ഒരു വരുമാനമുള്ള നമുക്ക് ഇഷ്ടമുള്ള ഏത് മേഖലയാണോ, ഇപ്പോൾ സ്റ്റിച്ചിങ് ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും എല്ലാത്തിനും അവസരങ്ങളുണ്ട്. നമ്മൾ അവർ ചെയ്യാൻ സമ്മതിച്ചില്ല, ഇവർ ചെയ്യാൻ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ അവരെനിക്ക് സഹായം തന്നില്ല, ഇങ്ങനെയൊക്കെ അവർ ഇവരിലേക്കൊന്നും ഫോക്കസ് ചെയ്യാതെ നമുക്ക് കഴിയണ രീതിയിൽ നമുക്കതെന്ത് ചെയ്യാൻ കഴിയുമെന്ന് കണ്ടെത്തി നമുക്ക് ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും വെച്ച് ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഒന്നാണ് നമ്മൾ സന്തോഷമായിട്ടിരിക്കാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നന്ദി പറയുക. നമ്മുടെ ഉള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ നന്ദിയുള്ള ആളായിരിക്കണം. ചെറുതും വലുതുമായിട്ടുള്ള എന്ത് നമ്മൾക്ക് അനുഗ്രഹം ഉണ്ടെങ്കിലും അതിനൊക്കെ നമ്മൾ നന്ദി പറയുക. ഇപ്പം തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് നന്ദി പറയാം. നല്ല കാഴ്ചശക്തി ഉണ്ടെങ്കിൽ കണ്ടതൊക്കെ നന്ദി പറയാം. നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്ന നല്ലൊരു മനസ്സുണ്ടെങ്കിൽ അതിന് നന്ദി പറയാം. കിടക്കാനൊരു വീടുണ്ടെങ്കിൽ അതിന് നന്ദി പറയാം. കിടക്കാനായിട്ട് വാടക വീടാണെങ്കിൽ ആ വീടുള്ളതിന് നന്ദി പറയാം. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനൊക്കെ നമ്മൾ നന്ദി പറയാം. ഈ നന്ദി പറയുന്നതിലൂടെ നമുക്ക് കൂടുതൽ അനുഗ്രഹം കൊണ്ടെത്തുകയും നമുക്ക് കൂടുതൽ സന്തോഷവതിയായിട്ട് ഇരിക്കാനും കഴിയും. അതുകൊണ്ട് നമ്മൾ കമ്പാരിസനൊക്കെ ഒഴിവാക്കി നമുക്കുള്ള കാര്യങ്ങളിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുകയും നമ്മൾ കൂടുതൽ സന്തോഷവതിയായി ഇരിക്കുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.